പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന ശുശ്രൂഷയുടെ 48ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് ചങ്ങനാശ്ശേരി ചുങ്കപ്പാറയിൽ നിന്നുള്ള ബിയ വിൻസെന്റ് എന്ന ഒരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ബിയ വിൻസെന്റ്. ഇതെൻ്റെ അമ്മയാണ് ബീന വിൻസെന്റ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചുങ്കപ്പാറ ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്ന് വരുന്നു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു നേഴ്സിന്റെ ഉടമ്പടി സാക്ഷ്യമാണിത്. ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഈ മകൾക്ക് തൻ്റെ അനുഗ്രഹത്തിന്റെ ദിവസം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കൃപാസനത്തിലെ സായാഹ്ന പ്രാർത്ഥനയുടെ പച്ച മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതാണ് ഈ സാക്ഷ്യത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ദൈവിക വെളിപാടുകളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമല്ല. അതായത് 2024 മാർച്ച് മാസം 25-ാം തീയതി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പോയ ഈ മകള് ഈ 2026 ഈ ഫെബ്രുവരി മാസം, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണെന്ന് തോന്നുന്നു. അതായത് നീണ്ട 2 വർഷം എടുത്തു ഈ ഒരു സാക്ഷ്യപീഠത്തിലേക്ക് വരാൻ. അതുമല്ലെങ്കിൽ ദൈവപിതാവ് ഉയർത്തിയത് 2 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഈ സമയത്തിനുള്ളിൽ ഈ മകള് കൈവരിച്ച കുറേ ജീവിത നിലപാടുകളുണ്ട്. അതാണ് ഞാൻ ഈ സാക്ഷ്യ വിശകലനത്തിന് ഈ ഒരു സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഈ മകളുടെ ഈ ഉടമ്പടി ജീവിതം ആരംഭിക്കുന്നത്, ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മാർച്ച് മാസത്തിൽ 2024 ഞാൻ BSc നഴ്സിംഗ് ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് തിയറി എക്സാം കഴിഞ്ഞ് ഒരു 2 വീക്ക് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. തുടർന്ന് സ്വാഭാവികമായിട്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ മകള് OET എക്സാം എഴുതുന്നു. മരിയൻ ഉടമ്പടി എടുത്തിട്ടും 2 തവണ ഈ മകള് ഫെയിലാകുന്നു. വിശ്വാസം കൈവിടിയാതെ 3ാമത്തെ തവണ എക്സാമിന് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ തന്ന പ്രത്യേകമായിട്ട് വെഞ്ചരിച്ച് തന്ന കാശ് രൂപ ഉപയോഗിച്ച് പോയി എക്സാം എഴുതുന്നു. ഈ മകള് OET പാസ്സാകുന്നു. തുടർന്ന് ഈ മകള് പറയുന്നുണ്ട് CBT എക്സാമും ഈ മകള് ഇവിടെ വെച്ച് തന്നെ പാസ്സാകുന്നുണ്ട്. അങ്ങനെ UK പോകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു അറിയിപ്പുണ്ടാവുന്നത്. UK റിക്രൂട്ട്മെന്റ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷെ മരിയൻ ഉടമ്പടിയിൽ നിലനിന്ന് മുന്നേറുന്ന ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഈശോ ഈ മകൾക്ക് ദൈവപിതാവ് ഒരു വലിയ വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അതിപ്രകാരമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് UK ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ട് OSCE എക്സാം എഴുതാനായിട്ട് UK പോകാം എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. അതായത് OSCE എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഇവർക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആണുള്ള പിൻ നമ്പറൊക്കെ കിട്ടുന്നത്. ഈ മകൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ദൈവിക സന്ദേശം കിട്ടിയത് കൊണ്ട് ഈ മകള് UK കയറിപ്പോവുകയും അവിടെ ചെന്ന് OSCE എക്സാം പാസ്സാവുകയും തുടർന്ന് പിൻ നമ്പർ കിട്ടി. പക്ഷേ 100 കണക്കിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഈ മകളുടെ ജീവിതത്തിൽ ഒരു ആപ്ലിക്കേഷൻ പോലും അക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഒരു ഇന്റർവ്യൂ പോലും വിളിച്ചില്ല. ഈ മകൾക്ക് ജോലിയും കിട്ടിയില്ല. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഈ മകള് UK പോയിട്ട് തിരിച്ചു വരുന്നത്. ആ സമയത്താണ് വീണ്ടും ഈ മകള് പ്രത്യാശ കൈവിടിയാതെ, ഞാൻ ഈ ഡിസംബറിൽ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. വന്നു കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ജോസഫ് അച്ഛനെ കണ്ട് എൻ്റെ അവിടുത്തെ രജിസ്ട്രേഷൻ പേപ്പറുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങി അച്ഛൻ തന്ന കാശ് രൂപമായിട്ട് ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി 3 മാസം തികഞ്ഞിട്ടില്ല. ഫെബ്രുവരി 9, അതായത് UK വെച്ച് തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ ഇങ്ങനെ 100 കണക്കിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടും
ഒരു തീരുമാനവും ഉണ്ടാകാതെ ഇരുന്ന സമയത്താണ് ദൈവമാതാവ് ഈ മകൾക്ക് പച്ചത്തിരിയിൽ 9 എന്നൊരു അക്കം കാണിച്ചു കൊടുക്കുന്നത്. ആ 9-ാം തീയതി തന്നെ, അതായത് ഒരു ഫെബ്രുവരി 6-ാം തീയതിയാണ് ഓൺലൈനായിട്ടൊരു ഇൻ്റർവ്യൂ അവിടെ നിന്ന് വരുന്നത്. ഫെബ്രുവരി 9-ന് ഈ മകൾക്ക് ജോലി കിട്ടി എന്നുള്ള ആ ലെറ്റർ വരുവാണ്. ഇപ്പോൾ ഈ മകള് സാക്ഷിപീഠത്തിൽ നിൽക്കുന്നത് UK പോകാനുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഓൾറെഡി കിട്ടിയായിരുന്നു. വിസയുമായിട്ടാണ് ഇപ്പോൾ സാക്ഷ്യപീഠത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിയൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഒരു ആത്മീയ ജീവിതം ആരംഭിച്ച ഒരു മകളല്ല ഇത്. ആ കുഞ്ഞ് സാക്ഷ്യത്തിൽ പ്രകാരം ഈ മകൾ പറയുന്നുണ്ട്, ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതചര്യയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും OET പഠിക്കുമ്പോൾ പോലും എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ ആധ്യാത്മിക നിലവാരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. മരിയൻ ഉടമ്പടി വന്നപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ത് പറയുന്നത്, അത് ഒരുപാട് മക്കള് ദിവ്യബലി അനുദിനം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഈ അൾത്താരയിൽ പറയുന്നൊരു സാക്ഷ്യമാണ്. അതായത് ഈശോയുടെ സ്നേഹത്തെ സ്വജീവൻ പോലും നമുക്ക് വേണ്ടി അർപ്പിച്ച് ബലിയായ ആ സ്നേഹത്തെ കൂടുതൽ രുചിച്ചറിഞ്ഞ് ചില മക്കൾ ഇവിടെ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്, ദിവ്യബലി കൂടുമ്പോൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകും ഈ സ്നേഹം ഉറക്കുമ്പോൾ. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു വ്യക്തിയെ ഇറക്കുവാൻ, അതുമല്ലെങ്കിൽ രുചിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന പദ്ധതി കൂടിയാണ് മരിയൻ ഉടമ്പടി. അത് ഈ മകള് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ അർത്ഥം അറിഞ്ഞ് ദിവ്യയിൽ പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു കൃപ ഈ മകൾക്ക് ലഭിച്ചു. പിന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടുമ്പുറത്ത് ഇപ്രകാരം ഒരു നേഴ്സിംഗ് ഒക്കെ പാസ്സായിട്ട് അതുപോലെ UK പോയി തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ഈ മകൾ പറയുന്നുണ്ട്, ഒരുപാട് കുത്തുവാക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കേൾക്കേണ്ടി വന്നു. നാട്ടിൽ OET പാസ്സായിട്ട് ഞാനൊരു വോളണ്ടറി വർക്ക് ചെയ്തു എന്ന് മകൾ പറയുന്നുണ്ട്. അതൊരു സർക്കാർ ആശുപത്രിയിലാണ് ചെയ്തത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ മകള് ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, എന്തിന് ഇങ്ങനെ ജനറൽ ആശുപത്രിയിലൊക്കെ പോയി നിൽക്കുന്നു. വീണ്ടും ഈ മകള് പറയുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ വിഷയം ഇങ്ങനെ ലാഗ് ചെയ്തു. ഇനി ഞാൻ UK പോയി തിരിച്ചു വന്നപ്പോഴൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇനി നാട്ടിലെങ്ങാനും ഏതെങ്കിലും ആശുപത്രി കയറാൻ നോക്കൂ, ഇതൊന്നും പ്രതീക്ഷയുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് എൻ്റെ ഈശോയും എൻ്റെ അമ്മ മാതാവും തരുമെന്ന് തന്നെ. അങ്ങനെ നാട്ടിലെവിടെയെങ്കിലും കയറുന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ കയറിയില്ല. ഞാൻ അതിശക്തമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ വിശ്വാസം എന്നെ അതിജീവിക്കാനായിട്ട് സഹായിച്ചു. അതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒന്ന്, മാതാവ് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തു അനുഗ്രഹത്തിൻ്റെ തീയതി. 2, ഈ മകളുടെ ഒരു വിശ്വാസ നിലപാട്. അതായത് നാട്ടുകാർ പറയുന്നുണ്ട്, ഇനി UK പോയിട്ടും രക്ഷപ്പെട്ടില്ല, അതുകൊണ്ട് ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഇനി ഏതെങ്കിലും ആശുപത്രിയിൽ ജോലിക്ക് കയറിക്കോ എന്ന് പറയുമ്പോഴും ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്തും ജോലിക്ക് കയറിയില്ല, മറിച്ച് ഞാൻ എടുത്തിരിക്കുന്ന ഉടമ്പടി വൃത്തിയായി കൂടുതൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് കൂടുതൽ തീഷ്ണതയോടെ ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, മകൾ പറയുന്നുണ്ട്, ഞാൻ UK പോയപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊണ്ടായിരുന്നു. നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ പബ്ലിക് പ്ലേസുകളിലാണ് കൃപാസനം പത്രം വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാരിറ്റിയും, അതായത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഈ മകൾ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒരു പൊതിച്ചോറുമായിട്ടാണ് ഇറങ്ങാറ്. കാരണം എൻ്റെ മുമ്പിൽ ഒരു ആവശ്യക്കാരനും കണ്ട് കൊടുത്തില്ലെങ്കിൽ ഈ മകൾക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വളരെ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ചുകൊണ്ടാണ് ഈ നാളുകളിലൊക്കെയും ഈ മകള് ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നത്. അതിനടുത്ത കുറേ ദൈവാനുഭവങ്ങൾ ഈ മകൾ പറയുന്നുണ്ട്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും റെഫർ ചെയ്യുന്നില്ല. ഒന്നാമതായിട്ട് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം ഹെബ്രായർ 6:15 തിരുവചനമാണ്. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിച്ചു എന്ന്. അബ്രഹത്തിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അബ്രാഹത്തിന് 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നിന്റെ വീട്ടുകാരെയും ബന്ധുജനങ്ങളെയൊക്കെ വിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറയുന്നു. ആ സമയത്ത് ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട് അബ്രാഹത്തിന്, നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്ന്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലിലെ മണൽത്തരികൾ പോലെയും നിന്നെ വലിയ ജനതയാക്കുന്നൊക്കെ പറയുമെങ്കിലും
നമുക്കറിയാവുന്ന പോലെ അബ്രഹത്തിന് 100-ാം വയസ്സിലാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതെ, 25 വർഷമാണ് അബ്രഹാം ആ ഒരു വാഗ്ദാനത്തെ പ്രാപിക്കുവാൻ പ്രത്യാശയോടെ കാത്തിരുന്നത്. അതൊരു ബിബ്ലിക്കൽ ഫോർമുലയാണ്. മരിയൻ ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് മരിയൻ ഉടമ്പടി ഉടനടി അനുഭവമാണ്. പക്ഷെ ദൈവം പ്രത്യേകമായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനടി അനുഭവം കിട്ടില്ല. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ മരിയൻ തപസ് എന്നൊരു ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ തപസ് ധ്യാനത്തിൽ അച്ഛൻ പറയുന്ന ഒരു കോമഡിയാണ്, പക്ഷെ അതിലൊരു കാര്യമുണ്ട്. അത് ഇപ്രകാരമാണ് അച്ഛൻ പറയുന്നത്. ഇത് സത്യവുമുണ്ട് അതിൽ. അതായത് കാശ്മീരിൽ കിടക്കുന്ന ജനങ്ങൾക്ക് നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ 1 രൂപയ്ക്ക് അരി കൊടുക്കും. അപ്പം എന്തിനാ അങ്ങനെ 1 രൂപയ്ക്ക് അരി കൊടുക്കണമെന്ന് വെച്ചാൽ ഈ 1 രൂപയ്ക്ക് ഒരു അരി കൊടുത്തില്ലെങ്കിൽ അവർ പാകിസ്ഥാനിലോട്ട് പോയി കളയും. അപ്പം നമ്മുടെ പോപ്പുലേഷൻ കുറയുന്നതുകൊണ്ടും നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് പാലായനം ചെയ്യുന്നത് തടയാനും വേണ്ടിയിട്ടാണ് സർക്കാർ ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബോർഡറിൽ താമസിക്കുന്ന വ്യക്തികൾക്ക്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജനത്തിൻ്റെ കാര്യം എടുത്താൽ. അതായത് അനുഗ്രഹം താമസിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ചില വ്യക്തികളെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടകലും. അതുമല്ലെങ്കിൽ കൂടുതൽ ക്ലേശകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന് ഉള്ള ഒരു പ്രവണതയാണ് ഈ മറുതലിപ്പ്, അതുമല്ലെങ്കിൽ ഒരു കഠിന ചിത്തമുള്ള ഒരു ഹൃദയം ഡെവലപ്പ് ചെയ്ത് ദൈവത്തിരുസന്നിധിയിൽ നിന്ന് വിട്ടകലാനുള്ള ഒരു പ്രവണത. അപ്പോൾ ഹെബ്രായർ ലേഖനത്തിൽ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നാണ് വാഗ്ദാനം പ്രാപിച്ചത്. വീണ്ടും ഈ വചനത്തെ കൂടുതൽ മിഴിവുള്ളതാക്കുന്ന മറ്റൊരു വചനം കൂടി ഇതേ ഹെബ്രായർ ലേഖനത്തിൽ 6-ാം അധ്യായത്തിലുണ്ട്. ആ വചനം ഇപ്രകാരമാണ്, ഹെബ്രായർ 6:12 തിരുവചനം: അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ. തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നൊരു പോംവഴി, അതുമല്ലെങ്കിൽ ഒരു സൂത്രവാക്യം എന്നത് ഇതാണ്. ഹെബ്രായർ 6:12. നമ്മുടെ ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിച്ച് നടക്കുന്നില്ല. ഇനി പ്രാർത്ഥിച്ച വിഷയങ്ങൾ തീർത്തും പ്രതികൂലമായിട്ട് നേരെ ഓപ്പോസിറ്റാണ് നടക്കണമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു ദൈവ പൈതൽ, വിശ്വാസി കൈവരിക്കേണ്ട ഒരു ജീവിത നിലപാട് എന്താണെന്നാണ് ഈ ഹെബ്രായർ 6:12 തിരുവചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതായത് ആ സമയം നമ്മൾ നിരുത്സാഹരാകരുത്. അതായത് പ്രാർത്ഥനയിൽ നമുക്കുള്ള തീക്ഷ്ണത അത് കുറയ്ക്കരുത്. മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ പാകപ്പിഴകൾ ആ സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കരുത്. പാകപ്പിഴകൾ വരരുത്. ആ സമയം നമ്മൾ ചെയ്യേണ്ടത് ഹെബ്രായർ 6:12 തിരുവചനം അനുസരിച്ച് നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനം പ്രാപിച്ചവരെ, ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ അബ്രഹാം, അനുകരിക്കുന്നവരാകണം നിങ്ങൾ. ഈ മകളുടെ, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ നേഴ്സിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത് ഇതാണ്. ഈ മകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശയോട് കൂടിയിട്ടാണ് ഈ മകള് ഈ നാട്ടിൽ നിന്ന് UK ഫ്ലൈറ്റ് കയറുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ മകളുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്നുള്ളൊരു ഒരവസ്ഥയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഒരു സ്ഥലത്തും ഈ മകളെ ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. എല്ലാം ക്വാളിഫൈഡ് ആണ്. കാരണം ഈ മകൾ OET പാസ്സായി, CBT പാസ്സായി, OSCE പാസ്സായി, രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പിൻ നമ്പറും കയ്യിലുണ്ട്. പക്ഷേ ഈ മകൾക്ക് ജോലി കിട്ടിയില്ല. പക്ഷേ ദൈവം ഈ മകൾക്ക് വലിയ കാര്യങ്ങൾ, ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും നല്ലതാണ് ദൈവം തൻ്റെ മക്കൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്? അത് ദീർഘക്ഷമയോട് കൂടിയിട്ട്, വിശ്വാസത്തോടു കൂടിയിട്ടാണ് അത് നമ്മൾ വാഗ്ദാനം പ്രാപിച്ചവരെ അനുകരിച്ചുകൊണ്ട് ഹെബ്രായർ 6:12 അനുസരിച്ച് നമ്മളത് നേടിയെടുക്കേണ്ടത്. വീണ്ടും വിതക്കാരൻ്റെ ഉപമ ഈശോ സുവിശേഷത്തിൽ പറയുമ്പോൾ എന്താണ് നല്ല നിലത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത എന്ന് ഈശോ നമുക്ക് ദൈവരാജ്യ രഹസ്യങ്ങളിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഇപ്രകാരമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ലൂക്ക 8:15 തിരുവചനമാണിത്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച്
ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. അതെ, പരിശുദ്ധ ദൈവമാതാവാണ് ഇതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. കാരണം പരിശുദ്ധ അമ്മ ജീവിച്ച ഒരു ജീവിതമുണ്ട്. അത് എന്നും കേട്ട വചനങ്ങൾ മംഗളവാർത്ത സന്ദേശത്തിലാണ് ആദ്യമായിട്ട് ഈ ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രനാണ് എന്നുള്ളൊരു വെളിപാട് പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്നത്. അന്ന് ആ മംഗളവാർത്ത സ്വീകരിച്ച നാൾ മുതൽ കുരിശിൻ്റെ ചുവട് വരെ, അതെ, തൻ്റെ പുത്രൻ്റെ 33 വയസ്സ് വരെ ഈ അമ്മ അന്ന് മംഗളവാർത്ത സന്ദേശത്തിൽ കൈമാറിയ എല്ലാ ദൈവിക വെളിപാടുകളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, വിശ്വസിച്ചു, ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ആ വാഗ്ദാനം പ്രാപിച്ചു. നമ്മളിപ്പോൾ നോമ്പുകാലത്തിലാണ്. അതെ, ആ രക്ഷാകര രഹസ്യങ്ങൾ പൂർത്തിയാകുന്നത് വരെ തൻ്റെ പുത്രൻ്റെ കൊലച്ചോരയിൽ ചവിട്ടി നിന്നാണ് അവൾ തന്നെ ഏൽപ്പിച്ച ആ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. ലൂക്ക 8:15 തിരുവചനം. നല്ല നിലത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത അതാണ്. ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചു വെച്ചുകൊണ്ട്, അതെ, ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കും. അതാണ് നല്ല നിലത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത. ആ വിത്താണ് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയാണ്. മരിയമിന് ഉടമ്പടി എടുത്തിട്ടും നമ്മളെയൊക്കെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് ചില വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ലാഗ് വരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് ഈ BAയുടെ സാക്ഷ്യം നമുക്ക്, ഈ കൊച്ചു നേഴ്സിൻ്റെ സാക്ഷ്യം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മകൾക്ക് ഒരു വ്യതിചലനം ഉണ്ടായില്ല. എന്താണോ താൻ മരിയൻ ഉടമ്പടിയിൽ എഴുതിയിട്ടത് ആ നിയോഗം നിവൃത്തിയാകുമെന്ന് അവൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവസാന നിമിഷവും UK നിന്ന് തിരിച്ചു വരേണ്ട വന്നപ്പോഴും ഈ മകൾ അതേ ഡോക്യുമെൻ്റായിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ അടുത്ത് തന്നെ, ആൾത്താരെ തന്നെയാണ് ഈ മകൾ വിഷയങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നത്. വീണ്ടും അച്ഛൻ പ്രാർത്ഥിച്ച് എല്ലാം തിരിച്ചു കൊടുക്കുന്നു. അതെ, കാത്തിരുന്ന ആ ദിനം വന്നു. February 6. ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ഒത്തിരി ടഫായിരുന്നെങ്കിലും ഈ മകള് പറയുന്നുണ്ട്, എല്ലാ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഞാൻ ആ സമയം ഉപയോഗിച്ചു. നീലത്തിരിയും പച്ചത്തിരിയും എൻ്റെ ഇൻ്റർവ്യൂ കഴിയുവോളവും അവിടെ കത്തി നിൽക്കുകയായിരുന്നു. കാരണം അത് മരിയൻ സാന്നിധ്യത്തിൻ്റെ വലിയൊരു പ്രതീകമാണെന്ന് എനിക്കറിയായിരുന്നു. കാരണം പച്ചത്തിരിയിലാണ് മാതാവി മകൾക്ക് കാണിച്ചു കൊടുത്തത് 9 എന്നുള്ള തീയതി. അതെ, സമയ സന്ദർഭങ്ങളുടെ മേൽ കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് പ്രത്യേകമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്ന് വെളിവാക്കുന്ന ഒരു സാക്ഷ്യം കൂടിയാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്തോസ് 13:4 തിരുവചനം അതാണ്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. അതെ, സ്നേഹം ഒരിക്കലും ഇങ്ങനെ ആവലാതിപ്പെടില്ല. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായ പരിശുദ്ധാത്മ അഭിഷേകം, ദൈവസ്നേഹം നമ്മളിൽ വന്നു നിറഞ്ഞാൽ നമുക്ക് ദീർഘക്ഷമയോടെ പ്രത്യാശയോടെ കാത്തിരിക്കാനുള്ള വലിയൊരു കൃപ കിട്ടും. അതാണ് 1 കൊരിന്തോസ് 13:4. സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുമുള്ളതാണ്. അതാണ് വചനം. ഏറ്റവും അവസാനം ഈ മകള് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ഒന്ന് ക്രോഡീകരിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. മരിയൻ ഉടമ്പടി എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്താനും ഒപ്പം തന്നെ നമ്മളെ ശക്തീകരിക്കാനുമുള്ള ഒരു ആയുധമാണെന്നാണ് ഈ മകള് സാക്ഷ്യത്തിൽ അവസാനിപ്പിക്കുന്നത്. അതെ, ആത്മീയ ജീവിതത്തിൽ നമ്മളെ ആഴപ്പെടുത്താൻ, നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവിക നടപടിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത്. തുടർന്ന് ഈ മകൾ ഇപ്രകാരം കൂടി പറയുന്നുണ്ട്. ഉടമ്പടി എടുത്ത എല്ലാവരോടും എനിക്കിതാണ് പറയാനുള്ളത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിക്കുവാനും നമുക്കുള്ളൊരു വലിയ ആയുധമാണ് ഈ ഉടമ്പടി. പ്രതിസന്ധികൾ ഉണ്ടാകാം, നമ്മൾ പതറിപ്പോകാം, പക്ഷേ നമ്മൾ ഒരിക്കലും വീണു പോകരുത്. താഴ്ച നമുക്കുണ്ടാകും, പക്ഷേ അവിടെ നമുക്കൊരു ഉയർപ്പുണ്ട്. ഈശോയെ മാതാവ് നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്തെ അതിജീവിക്കാനാണ് നമുക്ക് പ്രയാസം. ആ ഒരു സമയത്തെ അതിജീവിക്കാനുള്ള കൃപ തരണേന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൊക്കെ താഴ്ചകളുണ്ടാവും, പക്ഷേ അവിടെ എല്ലാം
ദൈവം നമുക്കായി വൻ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് വിവേചിച്ചറിയാൻ നമുക്ക് പറ്റണം. ആ സമയത്ത് അചഞ്ചലരായി മുന്നേറാൻ നമുക്ക് കഴിയണം. ഈ മകൾ അങ്ങനെ നിലനിന്നിട്ടാണ് ഉറച്ച ബോധ്യത്തോട് കൂടിയിട്ട് ആ മകൾ പറയുന്നത്. 1 പത്രോസ് 5:6 തിരുവചനം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിലനിൽക്കും. ഇങ്ങനെ താഴ്മയോടെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അതാണ് പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ സ്തോത്രഗീതത്തിലും പറയുന്നത്. അതെ, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥയെ, താഴ്മയെ കടാക്ഷിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തി. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ എല്ലാവരും ഭാഗ്യവതി എന്ന് വിളിക്കുന്നത്? അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കർത്താവ് നിന്നോട് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ സാക്ഷ്യത്തിലുടനീളം ഞാൻ പറയാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. ദൈവം നമുക്കായി മരിയൻ ഉടമ്പടിയിലൂടെ വൻ വാഗ്ദാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. വിശ്വസ്തതയിൽ മുന്നേറുന്നവർക്ക് അത് നമ്മൾ പ്രാപിക്കേണ്ടത് വിശ്വാസവും ദീർഘക്ഷമയും വഴിയാണ്. നീണ്ട 2 വർഷമാണ് ഇബിയ തൻ്റെ ഉടമ്പടി ജീവിതം വിശ്വസ്തതാപൂർവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 വർഷത്തിന് ശേഷം ഏറ്റവും നല്ല രീതിയിലാണ് ഈ മകളെ ദൈവപിതാവ് സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തിയത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ മകൾ പറയുന്നത്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കുറേ ഷോർട്ടേജ്, അതുമല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങളിങ്ങനെ അചഞ്ചലരായിട്ട് നിൽക്കണം. എൻ്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് എന്നാണ് ഈ മകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾക്ക് നേരിട്ട് ഉത്തരം ലഭിക്കാതിരിക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിശ്വസ്തതാപൂർവ്വം മരിയൻ ഉടമ്പടിയിൽ മുന്നേറിയിട്ടും ഒരു വഴിയും കാണാതെ ഞങ്ങൾ അലയുന്നുണ്ട്. പലപ്പോഴും കാറ്റും വെള്ളപ്പൊക്കവുമായിട്ടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒത്തിരിയേറെ ആഞ്ഞടിക്കുന്നുണ്ട്. ഈശോയെ, നീ പറഞ്ഞതുപോലെ മത്തായി 7:24-25 തിരുവചനം അനുസരിച്ച് വചനം കേട്ട് ആ വചനമാകുന്ന അടിസ്ഥാനത്തിൽ പാറമേൽ പണിയപ്പെട്ട ഭവനമായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുവാൻ പ്രത്യേകമായിട്ട് ഈ ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.